കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അതിൽ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ തല്ലിക്കൂട്ടി ചെയ്തിട്ട് വ്യൂസ് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നത് അതൊരു ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മളിതൊന്നും ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട കാര്യമല്ലല്ലോ. നമുക്കിഷ്ടമുള്ള കാര്യം അത് അതിൻ്റേതായിട്ടുള്ള ടൈം എടുത്ത് അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വീഡിയോ ഇടണം, അതുകൊണ്ട് ഞാൻ ഇന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് വിചാരിച്ച് ചെയ്യാതെ അതിൻ്റേതായിട്ടുള്ള ടൈം എടുത്ത് ഇതൊരു ക്രിയേറ്റിവിറ്റി ആണല്ലോ ബേസിക്കലി. അപ്പം നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് അത്യാവശ്യം ടൈം എടുത്ത് ഒട്ടും സ്ട്രെസ് അല്ലാത്ത രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും കാര്യമുള്ളൂ എന്നാണ് എനിക്കിപ്പം മനസ്സിലായത്. പണ്ട് ഞാനിത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 2024 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വീഡിയോ ഇടണം, അപ്പോൾ അതിനുവേണ്ടി ഷൂട്ട് ചെയ്യുന്നു, ഭയങ്കര എന്തോ വെറുതെ ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഓക്കെ, ഞാൻ ടൈം എടുക്കുക, നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു നല്ല ഒരു വീഡിയോസ് എടുത്ത് ഇടുക. അല്ലാതെ ഇത് ചെയ്തേ പറ്റൂ, അത് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാനിത് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്യാതെ ചെയ്യാനാണ് ഞാൻ ഇപ്രാവശ്യം ശ്രമിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്യാതെ ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ഇപ്രാവശ്യം ഈ ഒരു കണ്ടന്റ് ക്രിയേഷനെ കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഞാനൊരു നല്ല എഡിറ്ററോ അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് വീഡിയോസ് ക്യാപ്ചർ ചെയ്യാനോ നല്ലൊരു ഓഡിയോ കൊടുക്കാനോ ഒന്നും അത്രയ്ക്കും സ്കിൽഡായിട്ടുള്ള ഒരാളല്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാലൊന്നും പറ്റത്തില്ല, ഒരു കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് അത്യാവശ്യം ഇതിൻ്റെയൊക്കെ ഒരു നാക്ക് മനസ്സിലാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ബേസിക്കലി ഒരു സ്ലോ ലേണറാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുത്ത് ഒരു വലിയൊരു മാജിക് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ചിലർ വിചാരിക്കും, അതിന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഇടാൻ? എന്നോട് ആരും പറഞ്ഞില്ല. ഇത് എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം ഞാൻ ബേസിക്കലി ഒട്ടും ക്രിയേറ്റീവ് അല്ലാത്തൊരു പേഴ്സണാണ്. എനിക്കൊരു പൂ മര്യാദയ്ക്ക് വരയ്ക്കാൻ പോലും അറിഞ്ഞൂടാ. സോ അത്രയും ഒട്ടും ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എന്നിട്ടും എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം എങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള കുറേ വർഷം, അങ്ങനെ തന്നെ പറയാം, ഒരു 3-4 വർഷമായിട്ട് ഞാനിതിങ്ങനെ മനസ്സിലിട്ട് കൊണ്ട് കുറേ വർഷങ്ങൾ അങ്ങനെ നടന്നു. പിന്നെ കുറച്ച് ട്രയൽ നോക്കി, അതൊക്കെ എനിക്ക് സമയം ഇല്ലാത്ത കാരണം അതൊന്നും നടന്നില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. സോ അപ്പം ഇത് ഉള്ളിലിങ്ങനെ ഉണ്ട്, ഇത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരിതുണ്ട്. പിന്നെ നമ്മൾ വർക്കിങ്ങും കൂടി ആയത് കാരണം നമുക്ക് അതിനാണല്ലോ പ്രയോറിറ്റി. കാരണം നമുക്ക് ജോലി ഉണ്ടെങ്കിലേ ശമ്പളം കിട്ടും, ശമ്പളം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റും. സോ അതിന് ഞാനൊരു പ്രയോറിറ്റി കൊടുത്തു. ബട്ട് സ്റ്റിൽ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ ഒരു മനസ്സിങ്ങനെ മനസ്സിലങ്ങനെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. സോ ഇപ്രാവശ്യം എങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഇതിൽ വ്യൂസിനെ പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ പ്രതീക്ഷിച്ചിട്ടോ ഒന്നുമല്ല ഞാൻ വിചാരിക്കുന്നത്. കാരണം എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് എൻ്റെ ലൈഫിൽ ചെയ്യണം, അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പം അതിൽ ആളുകൾ എന്നെ അറിയപ്പെടണം, എന്നെ അറിയാവുന്നവരൊന്നും ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം നമുക്ക് യൂട്യൂബിൽ ആരെയും നമുക്ക് ബ്ലോക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. നമുക്ക് അത് കാരണം എനിക്കറിയാവുന്നവരൊന്നും ഇവിടെ ഒന്നും ബ്ലോക്ക് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല. സോ അതുകൊണ്ട് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്, എന്നെ അറിയാവുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ള് കാണരുത്, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യരുത്. ഇത് ശരിക്കും എന്നെ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് അല്ല. ഇത് എന്നെ അറിയാത്ത അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമുള്ള വീഡിയോസാണ്. അല്ലാതെ ഇത് ഞാൻ ആരെ ഉദ്ദേശിച്ച് ചെയ്യുന്ന വീഡിയോസ് അല്ല. ലൈക്ക് എന്നെ അറിയാവുന്ന ഒരു വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അവർ എന്നോട് പറയുവാണ് അല്ലെങ്കിൽ ചോദിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇനി അവർ കാണുമല്ലോ. ഞാൻ വളരെ 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 ഒരു ഇൻട്രോവേർട്ട് പേഴ്സണാണ്. സോ എനിക്ക് ഒരു ഓഡിയൻസിനെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കാനോ അതായത് 4 പേര് കൂടുന്നിടത്ത് നിന്ന് സംസാരിക്കാനുള്ള യാതൊരു ധൈര്യം ഇല്ലാത്ത ഒരാളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ.
സോ അതുകൊണ്ടൊക്കെയാണ് ഈ യൂട്യൂബ് പോലുള്ള ഓപ്ഷൻസ് ഞാൻ ചൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ എന്നെ ആരും കാണുന്നില്ലല്ലോ. അതുപോലെ ഞാൻ ആയിട്ട് വിസിബിൾ ആയെങ്കിൽ മാത്രമല്ലേ എന്നെ ആൾക്കാർ കാണൂ, അല്ലാതെ എന്നെ ആരും ഇവിടെ കാണാൻ പോകുന്നില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലുള്ളൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തത്, എനിക്ക് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ്. സോ ഹസ്ബൻഡും ഞാനും മാത്രമാണുള്ളത്. അതുകൊണ്ട് എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എനിക്കതുപോലെ ഒരുപാട് ഫ്രണ്ട് സർക്കിള് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറയാലോ എന്നും കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്നത്. എന്നെപ്പോലെ ഇങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പം ഇല്ലായിരിക്കാം, എനിക്കറിയില്ല. എനിക്ക് അത്രയും സോഷ്യൽ കണക്ഷൻസ് ഇല്ല. സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മളിത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിതിൻ്റെ റിസൾട്ട് മാത്രം നോക്കിയിരിക്കാതെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ചെയ്തു തുടങ്ങുക. അപ്പം അങ്ങനെ ഉണ്ടാവുമല്ലോ. കാരണം നമുക്ക് പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള മടി, പേടി, ഇതൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാൻ ഇത്രയും നാളായിട്ട് വർക്കിംഗ് ആണെങ്കിൽ കൂടെ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. മടിയല്ല, ഒരുതരം എന്തോ ഒരു ഒരു ആങ്സൈറ്റിയോ അങ്ങനെ എന്തൊക്കെയോ കയറി വരും ആ സമയത്ത്. അതൊന്നും എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അങ്ങനെയൊക്കെയോ. അപ്പം അതുപോലുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ. കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് പേര് ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം അവർ നല്ല രീതിയിൽ യൂട്യൂബിൽ നന്നായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിലൊരാൾ മാത്രമാണ് ഞാൻ. അല്ലാതെ കൂടുതൽ വലിയൊരു ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ വലിയൊരു കണ്ടന്റ് ക്രിയേഷൻ ചെയ്തൊരു വലിയൊരു ഒരു വിപ്ലവം ഒന്നും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അല്ല എൻ്റെ ഈ ചാനൽ. ഇതൊരു വളരെ ഒരു കുഞ്ഞു ചാനലാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ എൻ്റെ ലൈഫിലുള്ള കുഞ്ഞു കാര്യങ്ങൾ ഒക്കെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പറയാനും അതുപോലെ തന്നെ സംസാരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ ഈ ഒരു ചാനലിനെ അതുപോലെ തന്നെ ഈ ഒരു കണ്ടന്റ് ക്രിയേഷനെ കാണുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ മാത്രം, നിങ്ങൾ വീണ്ടും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഈവൻ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കാണരുത്. ആരും താല്പര്യമില്ലാതെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണുന്നതോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോ ആരും താല്പര്യമില്ലാതെ ഒന്നും കാണണ്ട. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഇത് വീണ്ടും കാണണം തോന്നിയാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പം ഫസ്റ്റ് വീഡിയോ അല്ലേ, ഇതുകൊണ്ട് അവസാനിപ്പിക്കാം. ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ വഷളാക്കുന്നില്ല.